ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാട്ടോ. എൻ്റെ വീട് പാലക്കാടാണ്. അപ്പം ഇന്ന് വെറുതെ ഇരുന്നപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പുറത്ത് പോയി കളയാമെന്ന്. അപ്പം ഞാൻ, പിന്നെ എൻ്റെ ബ്രദർ, പിന്നെ എൻ്റെ തച്ചു, അപ്പം ഞങ്ങൾ 3 പേരും കൂടെയാണ് കേട്ടോ പുറത്ത് പോയത്. അപ്പോൾ ആദ്യം പോയത് ബാബ മെഡിക്കൽസിലേക്കാണ്. ഇത് പാലക്കാടുള്ള വലിയൊരു മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ. ഇവിടെ എല്ലാ മെഡിസിൻസും കിട്ടും. അപ്പം അച്ഛന് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ തച്ചു അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും, കാഷ്യൂ, ബദാം, പിന്നെ അത്യാവശ്യം ഡേറ്റ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ കഴിക്കും. അപ്പോൾ അതിനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ബ്രദർ സ്ഥിരമായിട്ട് മേടിക്കുന്നൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനും എന്നാൽ പിന്നെ ഇത്തവണ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, കുറേ വെറൈറ്റീസ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ അവരാണെങ്കിൽ MRPനേക്കാളും റേറ്റും കുറച്ച് തരും. പിന്നെ ഒരു ഹോൾസെയിൽ റേറ്റിന് നമുക്ക് സാധനങ്ങൾ കിട്ടും. നമ്മൾ അജ്ഫാനിലും അല്ലെങ്കിൽ ലുലുവിലൊക്കെ പോവുകയാണെങ്കിൽ ഇതിലും കൂടുതൽ വെറൈറ്റീസ് ഉണ്ടാവും, ശരിയാണ്. പക്ഷേ എങ്കിലും റേറ്റും വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട്, എന്നാൽ പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഡെയിലി അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണല്ലോ ഡ്രൈ ഫ്രൂട്ട്സ്. നമുക്ക് എല്ലാവരും നമ്മുടെ ഫുഡിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധനമാണല്ലോ. അപ്പോൾ പിന്നെ എന്നും നോക്കിയില്ല, കുറച്ചധികം ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങോട്ട് മേടിച്ചു കേട്ടോ. അച്ഛന് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പം അവിടെ ഈ ഡേറ്റ്സിൻ്റെ പുറത്ത് ചോക്ലേറ്റ് ആയിട്ട് മോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ബദാമൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു കുറച്ച്. പിന്നെ കുറച്ച് സ്റ്റോൺ ചോക്ലേറ്റ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ ഇവിടെ ഈ നല്ല ആട്ടിയ എണ്ണയും, പിന്നെ അതുപോലെ നല്ല ക്വാളിറ്റിയിലുള്ള തേനും നെയ്യും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാലക്കാടുള്ള ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഷോപ്പാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തായാലും ഇവിടെ വന്നാൽ നമ്മൾ മേടിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കി ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ. നമുക്ക് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് വന്ന് നോക്കുക വേണമെങ്കിലും ചെയ്യാം. ഇതോടെ നമുക്ക് അഫോർഡബിൾ ആണ്, ഓക്കെ ആണ്, ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് സെറ്റാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം ആളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇതിൻ്റെ പ്രൊമോഷൻ റിവ്യൂ ഒന്നും അല്ല, ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനും ബ്രദറും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിച്ച പിന്നെ നേരെ നമ്മളെ ലുലുവിലേക്ക് വിട്ടു കേട്ടോ. തച്ചുവിനാണെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലുലുവിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ലുലുവിൽ പോകാന്ന് വെച്ചാൽ അവിടെ ചുമ്മാ ഇങ്ങനെ ഓടിയും ചാടിയൊക്കെ കളിക്കാമല്ലോ. അപ്പോൾ ഇത് പാലക്കാട് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിട്ടുള്ള ലുലു മോളാണ് കേട്ടോ. അപ്പോൾ കൊച്ചി ട്രിവാൻഡ്രത്തിലെ ലുലുവൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ വളരെ ചെറുതാണ്. പക്ഷേ എങ്കിലും പാലക്കാട് ഇപ്പോഴുള്ളതിൽ വെച്ചിട്ടുള്ളൊരു ബെറ്റർ ആയിട്ടുള്ളൊരു മോൾ ഇതാണ് കേട്ടോ. അപ്പോൾ തച്ചുവിന് സ്കൂൾ ബസ് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിച്ചുകൊണ്ട് അപ്പോൾ ഞാനൊരു സ്കൂൾ ബസ് വാങ്ങിച്ചു കൊടുത്തോണ്ട് അവനെ കളിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ അതുപോലെ ഫുഡ് കോർട്ടിൽ പോയി കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവിടെ ഫൺചുറയിൽ പോയി. അപ്പോൾ തച്ചുവിന് കളിക്കണം, എൻ്റെ കയ്യിൽ ഫൺചുറയുടെ കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് എടുക്കാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ബാലൻസും ഉണ്ടായിരുന്നു. പിന്നെ ചുമ്മാ അവനെ കുറച്ച് ജീപ്പിലും കാര്യങ്ങളിലൊക്കെ ഇരുത്തി കുറച്ച് നേരമൊക്കെ അവൻ കളിച്ചു കേട്ടോ. ടൈം ഒരുപാട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് അധികമൊന്നും കഴിച്ചില്ല. പിന്നെ തച്ചുവിന് വിശന്നത് കൊണ്ട് ഞങ്ങൾ ചിക്കൻ വിങ്സ് മാത്രം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ തൽക്കാലം സ്നാക്സ് ആയിട്ട് അവന് കഴിക്കാമല്ലോ. വീടെത്തുന്നവരധികം വിശക്കാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ ലുലുവിൽ തിരക്ക് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നാളും ഇവിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അത് കാരണം ഇവിടെ പൂരത്തിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ചുമ്മാ വിൻഡോ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.